വാട്സ്ആപ്പ് ഗൈസ് ബോക്സ്മെന്റ് നാസിമാണ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും എന്നോട് പലപ്പോഴായിട്ട് ചോദിച്ചൊരു സംശയമാണ്, നമ്മുടെ പേരിലല്ലാത്ത സിമ്മിന്റെ ഓണർഷിപ്പ് നമ്മുടെ പേരിലേക്ക് എങ്ങനെ മാറ്റാം. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പല രീതിയിൽ സിം കാർഡ് എടുത്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ പേരിലായിരിക്കും. ഇങ്ങനെയുള്ള സിം കാർഡൊക്കെ നമ്മുടെ സ്വന്തം പേരിലേക്ക് എങ്ങനെ മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. മറ്റൊരാളുടെ പേരിൽ കിടക്കുന്ന സിം കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ പേരിലേക്ക് മാറ്റാൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കഴിയും. രണ്ട് രീതിയിലാണ് ഇത് പറ്റുന്നത്. ഇതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ആധാർ കാർഡിന്റെ നമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ടേഴ്സ് ഐഡിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഓഫീസിൽ ചെല്ലുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പുകളിൽ സിം സെല്ലിംഗ് ഔട്ട്ലെറ്റ്, സിം സെയിൽ ചെയ്യുന്ന ഔട്ട്ലെറ്റ് ആയിട്ടുള്ള മൊബൈൽ ഷോപ്പുകളിൽ ചെന്നാലും മതി. ഇവിടെ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ നമ്പർ മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് പോർട്ട് ഔട്ട് പല കമ്പനികളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തില് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരിലേക്ക് മറ്റൊരാളുടെ പേരിൽ കിടക്കുന്ന സിം കാർഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മാറ്റാൻ കഴിയും. പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. പോർട്ട് സ്പേസ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ 1900 നിങ്ങൾ അത് സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു UPC കോഡ് ജനറേഷൻ ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും. ഈ ഒരു UPC കോഡും ആയിട്ട് വേണം നിങ്ങൾ മൊബൈൽ ഷോപ്പിലോ ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഓഫീസിലോ ചെല്ലുവാൻ വേണ്ടി. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലേക്ക് മറ്റൊരു കമ്പനിയിലേക്ക് ആ ഒരു സിം കാർഡ് മാറ്റി തരുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എയർടെൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റ് സേവനദാതാക്കളായിട്ടുള്ള ജിയോ, BSNL അല്ലെങ്കിൽ VI ഇതേപോലെയുള്ള കമ്പനികളിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അങ്ങനെ എല്ലാ കമ്പനിയിലുള്ള ആളുകൾക്കും മറ്റ് കമ്പനികളിലേക്ക് മാറിക്കൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് സിം കാർഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റീക്രിയേഷൻ എന്നുള്ളതാണ്. റീക്രിയേഷൻ ഏറ്റവും കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത് രണ്ട് രീതിയിലുള്ള ആളുകൾക്കാണ്. ഒന്ന് എബ്രോഡ് ഉള്ള ആളുകൾക്ക്, രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന സിം കാർഡ് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിലാണെങ്കിൽ ആ ഒരു ഓണർഷിപ്പ് നമുക്ക് മാറ്റിയെടുക്കാനും ഈ ഒരു റീക്രിയേഷൻ വഴി പറ്റും. പക്ഷേങ്കിൽ എല്ലാ ആളുകളും റീക്രിയേഷൻ എന്നുള്ള ഓപ്ഷൻ ചെയ്ത് തരണം എന്നില്ല. ഇതിനെ നിങ്ങൾ ബന്ധപ്പെട്ട അതാത് ഓഫീസുകളിൽ തന്നെ ചെല്ലണം. മൊബൈൽ ഷോപ്പുകളിൽ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ എയർടെലിന്റെ സിം കാർഡാണ് നിങ്ങൾക്ക് റീക്രിയേഷൻ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എയർടെലിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഓഫീസുകളിൽ തന്നെ പോകണം. അത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എവിടെയാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു NOC ക്രിയേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മരണപ്പെട്ടു പോയ ആളുടെ പേരിലാണ് നിങ്ങളുടെ സിം കാർഡ് കിടക്കുന്നതെങ്കിൽ അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരുതേണ്ടതുണ്ട്, ആധാർ കാർഡിന്റെ കോപ്പി കരുതേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു NOC. മറ്റു മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ഉണ്ടെങ്കിൽ അവർക്കൊന്നും നമ്മുടെ പേരിലേക്ക് സിം കാർഡ് മാറ്റുന്നതിൽ കുഴപ്പം ഇല്ല എന്നുള്ള ഒരു NOC വേണം. നമ്മുടെ പേരിലേക്കാണ് സിം കാർഡ് മാറ്റേണ്ടത് അല്ലെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒറിജിനൽ ID പ്രൂഫുമായിട്ട് വേണം ഈ ഒരു ഓഫീസിലേക്ക് ചെല്ലുവാൻ വേണ്ടി. ഏകദേശം റീക്രിയേഷന്റെ ടൈം എന്ന് പറയുന്നത് 2 ദിവസം മുതൽ 5 ദിവസം വരെയാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ ഇങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിലാണ് സിം കാർഡ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ പേരിലേക്ക് അത് മാറ്റി കിട്ടും. പക്ഷേങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ബ്ലഡ് റിലേഷനിലുള്ള ഒരു ആളായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു റീക്രിയേഷൻ സാധ്യമാവുള്ളൂ. ഉദാഹരണത്തിന് അച്ഛന്റെ പേരിൽ അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ കിടക്കുന്ന സിം കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ സാധിക്കും. അത് ബ്ലഡ് റിലേഷൻ ആണ്. അതേപോലെ തന്നെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് മാറ്റാൻ സാധിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അത് ബ്ലഡ് റിലേഷൻ വരുന്നില്ല, പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി ഇതിന്റെ ഒപ്പം സമർപ്പിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും. മരണപ്പെട്ടു പോയ ആളുകളുടെ രീതിയിലാണ് ഈ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അവിടെ വാല്യൂ ആകുന്നത്. ദെൻ ഇനി അബ്രോഡ് ഉള്ള ആളുകൾക്ക് സിം പലപ്പോഴും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ചിലപ്പോൾ അബ്രോഡ് വെച്ചായിരിക്കും ഈ ഒരു സിം കാർഡ് കട്ടായി പോകുന്നത്. GPay, ഫോൺപേ, Paytm പോലെയുള്ള ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ചിലപ്പോൾ ഈ ഒരു സിം കാർഡ് കട്ടാവുന്നതിനെ തുടർന്ന് കട്ടായി പോകാറുണ്ട്. അങ്ങനെയുള്ള അബ്രോഡ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ബ്ലഡ് റിലേഷനുള്ള ആളുകളിലേക്ക് സിം കാർഡിന്റെ നെയിം ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എബ്രോഡ് ആണെന്ന് കരുതുക, എന്റെ സിം കാർഡ് എബ്രോഡ് വെച്ച് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സിം കാർഡ് മൊത്തത്തിൽ കട്ടായി. എനിക്ക് നാട്ടിലത് ആക്ടിവേഷൻ ചെയ്യണം. എബ്രോഡ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റത്തില്ല, നാട്ടിൽ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റണം. നാട്ടിൽ ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് റീക്രിയേഷൻ മാത്രമാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ എടുക്കണം. ഡ്യൂപ്ലിക്കേഷൻ എടുക്കണമെങ്കിൽ എബ്രോഡ് ഉള്ള ഞാൻ ഈ ഒരു നാട്ടിലേക്ക് വരേണ്ടി വരും. അത് ഏതായാലും ഒരു സിം കാർഡ് എടുക്കാൻ വരാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ലീവിനൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബ്ലഡ് റിലേഷനിലുള്ള നമ്മുടെ
അച്ഛൻ, അമ്മ, ബ്രദേഴ്സ് അല്ലെങ്കിൽ ഭാര്യ, സിസ്റ്റേഴ്സ് ഇവരുടെയൊക്കെ പേരിലേക്ക് ഇത് മാറ്റാൻ സാധിക്കും. നമുക്ക് വേണ്ട പ്രൂഫ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എബ്രോഡ് ഉള്ള ആളുടെ ID കാർഡ് വേണം, പാസ്പോർട്ടിന്റെ കോപ്പി വേണം, ചില കമ്പനികൾ വിസയുടെ കോപ്പി അവിടെയാണെന്ന് തെളിയിക്കുന്ന വിസയുടെ കോപ്പി ചോദിക്കാറുണ്ട്. ദെൻ പിന്നീട് വേണ്ടത് NOC. ഈ ഒരു സിമ്മിന്റെ ഉടമസ്ഥനിക്ക് ജ്യേഷ്ഠൻ, അനിയൻ അല്ലെങ്കിൽ അച്ഛൻ, അമ്മയൊക്കെ ഉള്ളതാണെങ്കിൽ, മരണപ്പെട്ടു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിലേക്ക് അല്ലെങ്കിൽ ഇനി ഈ നാട്ടിലുള്ള ആളുടെ പേരിലേക്ക് മാറ്റുന്നതിന് കുഴപ്പമില്ല എന്നുള്ള NOC വൈറ്റ് പേപ്പറിൽ എഴുതി സൈൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സിം കാർഡ് ആരുടെ പേരിലേക്കാണോ മാറ്റേണ്ടത് അയാളുടെ ഒറിജിനൽ ID പ്രൂഫും കരുതണം. ഇത്രയുമായിട്ട് നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെലികോം ഉപഭോക്താവിന്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു സിം കാർഡിന്റെ പേര് മാറ്റി നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നതായിരിക്കും. ചില കമ്പനികൾ അബ്രോഡ് ഉള്ള ആളുകളെ വീഡിയോ കോൾ വഴി ഇതൊന്ന് വെരിഫൈ കൂടി ചെയ്യുന്നുണ്ടായിരിക്കും. ഈ 2 കാര്യങ്ങൾ വഴിയാണ് നമ്മുടെ പേരിൽ അല്ലാത്ത സിം കാർഡ് നമ്മുടെ പേരിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നത് അബ്രോഡ് ഉള്ള ആളുകൾക്ക് തന്നെയായിരിക്കും. കാരണം പലപ്പോഴും ഇപ്പോൾ റീചാർജ് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അബ്രോഡ് ഉള്ള ആളുകളുടെ സിം കാർഡ് ഒക്കെ കട്ടായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആരുടെയെങ്കിലും സിം കാർഡ് ഒക്കെ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ പേരിലല്ല സിം കാർഡ് കിടക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ ഫാമിലീസിന്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒക്കെ പേരിലാണെങ്കിൽ അത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ അവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.